അപ്പോൾ ആ ഇവൻ്റ് തീർത്തപ്പോഴേക്കും ആ കിമ്മിച്ചിനങ്ങ് കിട്ടി. കുറേ നാളായ ഒരു നല്ല കാർഡ് കിമ്മിച്ചിൻ്റെ തപ്പി നടക്കുന്നു. ബിഗ് ടൈമൊക്കെ യൂസ് ചെയ്ത് നല്ല പരിചയമുണ്ടെങ്കിലും ഈ അക്കൗണ്ടിൽ ബിഗ് ടൈമൊന്നുമില്ല. സോ ഇത് കിട്ടിയപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കാൻ നോക്കി. പുള്ളീനപ്പോൾ ഒരു സെക്കൻഡ് EMF അല്ലെങ്കിൽ ഒരു CMF ആയിട്ടാണ് യൂസ് ആക്കാനായിട്ട് ട്രൈ ചെയ്യുന്നത്. മെയിൻലി എൻ്റെ ടാർഗറ്റ് പിർലോ ആണ്. ടൈം നൈസ് കാർഡായിരുന്നു. അത് നല്ല റിസൾട്ട് തന്നതാണ് ആ സെക്കൻഡ് EMF അല്ലെങ്കിൽ CMF ആയിട്ട്. സോ അപ്പോൾ ഇത് കിട്ടിയപ്പോഴേക്കും ജസ്റ്റ് ട്രൈ ആക്കാൻ നോർത്തു. ട്രൈ ആക്കി നോക്കാം. ഇപ്പോൾ ഓട്ടോമാറ്റിക് പ്രോഗ്രഷൻ എടുത്ത് നോക്കിയപ്പോഴേക്കും പുള്ളിക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്താ പറയുക, ചില വീക്ക്നെസ് ഉള്ള പോലെ തോന്നി. ചില സ്ട്രെങ്ത്തും ഭയങ്കര ഓവറായിട്ട് ഡിഫെൻസീവ് ഒക്കെ കൂടുതലായിരുന്നു. എനിക്കപ്പോൾ സെക്കൻഡ് EMF കളിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ CMF കളിപ്പിക്കാനായിട്ട് അത്രയും ഡിഫെൻസീവിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ അതുകൊണ്ട് ഞാനായിട്ട് തന്നെ ഒരു കസ്റ്റം പ്രോഗ്രഷനാക്കി അത്യാവശ്യം എനിക്ക് വേണ്ട സ്റ്റാറ്റ്സ് പോലെ ആക്കി. പ്രോഗ്രഷൻ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ ലാസ്റ്റായിട്ട് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. സോ ഡിവിഷനാണ് പുഷ് ചെയ്യുക. ഡിവിഷൻ 1 അപ്പോൾ 1900 എബവ് റേറ്റിംഗ് ഉണ്ട്. മൈനസ് വീണ -30, പ്ലസ് വീണ 10 എല്ലാം കയറുമായിരിക്കും, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഒപ്പോണിന് കിട്ടിയിട്ടുണ്ട് ഏതോ ഒരു ഡിവിഷൻ 2 പ്ലെയർ. കിമിച്ച് കത്തി നിൽപ്പുണ്ട്. കളി തുടങ്ങി, നോക്കാം. Hello everybody and welcome to today's match. ഇതാണ് കിമ്മിച്ചിൻ്റെ ഫസ്റ്റ് ടച്ച് ആ ഗെയിമിൽ. നല്ല 1 ടച്ച് പാസിങ്, നന്നായിട്ട് പൊസിഷൻ എടുക്കുന്നു. മിസ് പാസ് ഉമ്പി. ബോൾ അവിടെ കൊണ്ട് കളഞ്ഞിട്ട് പിന്നെയും തിരിച്ച് പുള്ളി തന്നെ വന്ന് ഇടിച്ച് എടുത്ത് കേട്ടോ. കൊള്ളാം, നല്ല വർക്ക് റേറ്റ് എന്ന് പറയാനായിട്ടില്ല, കളി തുടങ്ങിയുള്ളൂ. ഉമ്പി വീണ്ടും ഉമ്പി. അങ്ങനെ ഗെയിം കൊണ്ടിരിക്കുമ്പം ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ടേൺ ഉണ്ടായിരുന്നു. നല്ല ടൈപ്പ് പൊസിഷൻ ടേൺ, കൊള്ളായിരുന്നു ആ ടേൺ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ടേൺ. ചില ടൈമിൽ പിർലോ ഒക്കെ ഇടുന്ന പോലത്തെ ടേൺ. ആവറേജ് കാർഡാന്ന് ഓർക്കണം, പുള്ളി ഒരു ബിഗ് ടൈം പോലും അല്ല, ബട്ട് സ്റ്റിൽ നല്ല ടേൺസൊക്കെ എടുക്കുന്നുള്ള പോലെ തോന്നി ആ ഒരു ഇത് കണ്ടപ്പോഴേക്കും. ബിൽഡ് ചെയ്യുമ്പോൾ ഇപ്പം നന്നായിട്ട് പൊസിഷൻ എടുത്തിട്ട് നിന്ന് ബോൾ വാങ്ങി പിന്നെയും വെച്ച് കൊടുക്കുന്നുണ്ട്. അതാ റുമ്മിക്ക് ഡബിൾ ടച്ച് മയിര്. ഡബിൾ ടച്ച് വരുന്നില്ല, അങ്ങനെ. വിയറയുടെ നൈസ് ഇൻ്റർസെപ്ഷൻ. വിയർ എല്ലായിടത്തും ഓടി നടന്ന് ഡിഫെൻസീവ് ലൈൻ കവർ ചെയ്യും, കിമ്മിച്ച് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ സെക്കൻഡ് EMF ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യൽ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഹാഫ് അങ്ങനെ ആവറേജ് ആയിട്ടങ്ങ് പോയി. ബോൾ പിന്നെ റിക്കവർ ചെയ്തു. നല്ല പാസ് കിമ്മിച്ചിലോട്ട്, നല്ല 1 ടച്ച്. പിന്നെ ആ ഒരു പാസ് ആൻഡ് മൂവ് അല്ലെങ്കിൽ പാസ് ചെയ്തിട്ടത് പിന്നെ എടുത്തില്ല. പുള്ളിക്ക് സ്പീഡ് തീരെ കുറവാണ്, അതിൻ്റെ ഇഷ്യൂ ആണത്. പിന്നെ ഒരു അറ്റാക്ക് ബിൽഡ് ചെയ്തെടുക്കുന്നു. നല്ല ഓവർലാപ്പ് കിമ്മിച്ചിൻ്റെ അടുത്തുനിന്ന്. നല്ല പാസ്, ഡബിൾ ടച്ച്, ബൂം. സിമ്പിൾ അറ്റാക്ക്, ഓൾ ക്രിയേറ്റഡ് ബൈ കിമ്മിച്ച്. നല്ല ക്രിയേഷൻ തരുന്നുണ്ട് കേട്ടോ പുള്ളി മിഡിൽ. പിന്നെയും മിഡിൽ നിന്ന് ബോൾ ഇടിച്ചെടുത്തു. കിമ്മിച്ചിൻ്റെ നല്ലൊരു ത്രൂ ഷോട്ട് സേവ്. ഇതെന്നിട്ട് പിന്നെ കോർണർ പോവും. ആ കോർണർ ഞാൻ കിമ്മിച്ചിനെ കൊണ്ട് തന്നെ എടുപ്പിക്കാൻ ഓർത്തു. പ്ലേസ് കിക്കിംഗ് ഉള്ളൊരു പ്ലെയർ ആയതുകൊണ്ട് ട്രൈ ആക്കി നോക്കാമെന്ന് ഓർത്തു. അങ്ങനെ ടാർഗറ്റ് നമ്മുടെ ടൊമിയാസു ആണ്. നോർമലി ചെയ്യുന്ന പോലെ 6 യാർഡ് ബോക്സ്, നോർമൽ കേള്. നൈസ് ബോൾ മുട്ടേ, നൈസ് ബോൾ. കിമ്മിച്ച് കൊള്ളാം കേട്ടോ. നല്ല ബോൾസ് എന്ന് വെച്ചാൽ പാസിങ്സ് പുള്ളിയുടെ അടിപൊളി. 1 ടച്ച് പാസ്സാണേലും. സോ ഇതാണിപ്പോൾ ഞാൻ കസ്റ്റം ചെയ്ത പ്രോഗ്രഷൻ പുള്ളിക്ക്.
എനിക്ക് എൻ്റെ സെക്കൻഡ് EMFന് മിനിമം 90 ബോൾ കൺട്രോളും നല്ല ടൈറ്റ് പൊസിഷനും വേണം. ഡ്രിബ്ലിംഗ് ഇത്തിരി കുറവാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ആവറേജ് പാസിങ്, ലോ പാസ്സാണ് മെയിനായിട്ട് നോക്കുന്നത്. ആവറേജ് ഡിഫൻസീവ് സ്റ്റാറ്റ്സ്, സ്പീഡും ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ കൊള്ളാം. പിന്നെ ഫിസിക്ക് 80 മിനിമം മസ്റ്റ്. ഇങ്ങനെ ആക്കി ഇതുകൊണ്ടാണ് പുള്ളി ഒന്നുകൂടി നന്നായിട്ട് ആ CMF കളിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നോർമല് അത്ര വലിയ ഗുണമുള്ളതല്ല പുള്ളിയുടെ പ്രോഗ്രഷൻ. പിന്നെ സ്കിൽസിലോട്ട് വരുമ്പോഴേക്കും പുള്ളിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡിഫെൻഡിങ്ങും ഒഫൻസീവിനായിട്ട് പാസിങ് സ്കിൽസൊക്കെ ഉണ്ട്. ബട്ട് ട്രാക്ക് ബാക്ക്, ബ്ലോക്കർ, മാൻ മാർക്കിംഗ്, ഈ 3 സാധനം മിസ്സിങ് ആണ്. പക്ഷേ എന്നാലും പുള്ളിയുടെ മാൻ മാർക്കിംഗ് അവെയർനെസ്സൊക്കെ കുറവാണ്. 80 ഏതാണ്ടേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ നന്നായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല, പുള്ളിയുടെ ഗെയിം ഐഡിയുടെ ആവാം. ചുരുക്കി പറഞ്ഞാൽ ഒരു എബവ് ആവറേജ് സെക്കൻഡ് EMF അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഡു സബ്സ്ക്രൈബ് പ്ലീസ്. ബൈ.